പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളെക്കുറിച്ചാണ്. 500-ൽ പരം ജ്യോതിഷ യോഗങ്ങളുണ്ട്. പല ശാസ്ത്ര ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ 500 പലപ്പോഴും 1000-ങ്ങളുമാകാം. കാരണം ദിഗ്രഹ, ത്രിഗ്രഹ, ചതുർഗ്രഹ, പഞ്ചഗ്രഹ, ഷഡ്ഗ്രഹ യോഗങ്ങൾ വരുമ്പോൾ തന്നെ 300-ലധികം യോഗങ്ങൾ അതുതന്നെയുണ്ട്. അതിനാൽ 1000-ത്തോളം യോഗങ്ങൾ എന്ന് തന്നെ നാം പറയണം. നാഭസ യോഗങ്ങൾ തന്നെ വളരെയധികമുണ്ട്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ത്രിഗ്രഹ യോഗങ്ങളാണ്. ദിഗ്രഹ യോഗങ്ങൾ കഴിഞ്ഞു. ത്രിഗ്രഹ യോഗങ്ങളിൽ ആദിത്യനുണ്ടാക്കുന്ന യോഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ചന്ദ്രനുണ്ടാക്കുന്ന ത്രിഗ്രഹ യോഗം. ഇവിടെ കേന്ദ്രബിന്ദുവായി ചന്ദ്രനും ചന്ദ്രനോടുകൂടെ ചൊവ്വയും വ്യാഴവും ഒന്നിച്ച് നിന്നാൽ ആ യോഗത്തിൻ്റെ ഫലം എന്താണ് എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ യോഗം എന്താണെന്ന് ശ്രദ്ധിക്കുക. വൃണിതാംഗ സ്ത്രീലോലശ്ചോരഃ കാന്തശ്ച സമ്മത സ്ത്രീണാം ഭൗമ ശശാങ്ക സുരേഢ്യൈഃ ഏകസ്ഥൈർ ചണ്ഡരോഷശ്ച. ഈ യോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ചൊവ്വയും വ്യാഴവും ഒന്നിച്ചു വന്നാൽ അത് അധ്യക്ഷ യോഗമാണ്. ചൊവ്വയും ചന്ദ്രൻ ഒന്നിച്ചു വന്നാൽ എന്ത് യോഗമാണ്? അത് ധനയോഗമാണ്, ലക്ഷ്മി യോഗമാണ്, ശശിമംഗല യോഗമാണ്. ഈ 3 ഗ്രഹങ്ങളുടെ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ചണ്ഡരോഷനാണ്. പ്രചണ്ഡമായ കോപത്തോടു കൂടെയിരിക്കും. അദ്ദേഹം വളരെയധികം കോപിഷ്ഠനായിരിക്കുമെന്നാണ് പറയുന്നത് തുടക്കത്തിൽ തന്നെ. വ്രണിതാംഗ, ഇദ്ദേഹത്തിന് ശരീരത്തിന് മുറിവുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വ്രണിതമായ അംഗത്തോടു കൂടിയിരിക്കുന്ന വ്യക്തിയാണ്. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാം. സ്ത്രീലോലഹ, ഇയാൾ സ്ത്രീകളിൽ വളരെയധികം ദൗർബല്യം പ്രകടിപ്പിക്കും. ചോരഹ, അദ്ദേഹത്തിന് കള്ളൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. അന്യരെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന, അന്യരുടെ മുതൽ അപഹരിക്കുന്ന വ്യക്തിയാണ് ചോരൻ, കള്ളൻ എന്ന് പറയും മലയാളത്തിൽ. ഈ ദോഷവും അദ്ദേഹത്തിന് ഉണ്ടാകാം. പിന്നീട് കാന്തശ്ച സമ്മത സ്ത്രീണാം, ഇയാൾ വളരെ സുന്ദരനായിരിക്കും. അതിനാൽ സ്ത്രീകൾക്ക് സമ്മതനായിരിക്കും. ഈ ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾ ഇയാളെ വളരെയധികം ഇഷ്ടപ്പെടും, സമ്മതിക്കും, അംഗീകരിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു നൂറ്റാണ്ടിൽ നാം കാണുന്നത് എന്താണ്? തിന്മാമൂർത്തികളെ ആരാധിക്കുന്നു. ഏറ്റവും വലിയ റേപ്പ് കേസിൽപ്പെട്ട ഗായകന് 10,000-കണക്കിന് ആരാധികമാരാണ് തുള്ളുന്നത് കൂടി. തിന്മകൾ ചെയ്യുന്ന വ്യക്തിയെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നൊരു സമൂഹമാണ്. ഈ വ്യക്തി ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ അയാൾ സ്ത്രീകളെ വശീകരിക്കാൻ മിടുക്കനാണെന്നാണ് പറയുന്നത്. സ്വതവേ വ്യക്തിക്ക് സ്ത്രീകളിൽ എന്തുണ്ട്? ചാവല്യമുള്ള ആളാണ്. അപ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ വലയിൽ വീഴുമെന്നാണ് അർത്ഥം. ഈ യോഗം ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട യോഗം തന്നെയാണ്. നമസ്തേ.